Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ 14 ദിവസവും കാണാമറയത്ത് തന്നെയാണ്. ഇന്നത്തെ പരിശോധനയും ദൗത്യസംഘം അവസാനിപ്പിച്ചിരിക്കുന്നു. പുഴയുടെ മൺതിട്ടയിൽ നിന്നും ലോറിയുടേത് എന്ന് കരുതുന്ന നിർണായകമായ സിഗ്നൽ ലഭിച്ചു. ഐബോർഡ് ഡ്രോൺ പരിശോധനയിലാണ് നദിയിലെ മൺകൂനയ്ക്കരികിൽ നിന്നും സിഗ്നൽ ലഭിച്ചത്. കാന്തിക പരിശോധനയിൽ ലോഹഭാഗവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇടവിട്ടുള്ള കനത്ത മഴയും ഗംഗാവലിപ്പുഴയിലെ ശക്തമായ കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. കുത്തൊഴുക്കിലും നദിയിൽ തിരച്ചിൽ നടത്താൻ കഴിയുന്ന പോണ്ടൂൺസ് എക്സ്കവേറ്റർ നാളെ ഗോവയിൽ നിന്ന് എത്തിക്കും. അർജുനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. ഈ 11 ദിവസവും റിപ്പോർട്ടർ വാർത്താ സംഘം ഈ വാർത്തയിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഈ 11ാം ദിവസത്തെ തിരച്ചിലും വിഫലമാകുമ്പോൾ ആ നിരാശ എല്ലാവരിലും പടരുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ആദ്യം ഡോക്ടർ അരുണിലേക്കാണ് പോകുന്നത്. അദ്ദേഹം അവിടെ അർജുൻ്റെ കുടുംബത്തെ കണ്ട ശേഷം ഇരിക്കുകയാണല്ലോ. അരുൺ, ഇപ്പോൾ അർജുൻ്റെ ബന്ധുക്കളെ കണ്ടു, അവരോട് സംസാരിച്ചു. എന്താണിപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവും? സ്മൃതി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം പല സന്ദർഭങ്ങളും വന്നുപോകും. പക്ഷേ ആ ട്രക്കിനിടയിൽ ജീവനുണ്ടോ അർജുന് എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് ഏകദേശം ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ. അത് ആ കുടുംബം ഏറെക്കുറെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനൊരു മാനസികാവസ്ഥയിലേക്ക് ആ കുടുംബം എത്തി. അവർ സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ അവരെ പോയി കാണുന്നത്. അവിടെ അമ്മയും സഹോദരിയും ഒക്കെ പങ്കുവെച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിലും അതിന് ശേഷവും ആ കുടുംബം പങ്കുവെച്ച കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഉത്തരം കിട്ടണം എന്നുള്ളൊരു ചോദ്യമാണ് അവർ പറഞ്ഞത്. കാരണം അറിയണമല്ലോ, ഇതിനൊരു അവസാനം വേണം. കഴിഞ്ഞ് 11 ദിവസമായി കാത്തിരിപ്പാണ്. പലതരം കാത്തിരിപ്പുകളുണ്ട്. പക്ഷേ ഇത് വളരെ ദുസ്സഹമായ കാത്തിരിപ്പാണ് എന്ന് ആ കുടുംബം നമ്മളോട് പറയുമ്പോൾ അതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടി ഒരു എൻറ്റയർ സിസ്റ്റം, അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒപ്പം ഉപയോഗിച്ച് ഇറങ്ങുമ്പോൾ ഒരു പരാതിയും ആ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. ഒരു പ്രശ്നവും അവരിപ്പോൾ ചൂണ്ടിക്കാണുന്നത്. ഒരൊറ്റ പ്രതീക്ഷയിൽ ഒരൊറ്റ ഉത്തരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ കുടുംബവുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആ വേദന മനസ്സിലാവും, ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും, അവരുടെ ആശങ്ക നമുക്ക് മനസ്സിലാവും, ആ അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവും, വൈഫിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ, അത് റിപ്പോർട്ടറാണെങ്കിലും 24 ആണെങ്കിലും ഏഷ്യാനെറ്റ് ആണെങ്കിലും മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും ന്യൂസ് 18 ആണെങ്കിലും കൈരളിയോ ജനമോ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന 24/7 മലയാളം ന്യൂസ് ചാനലാണെങ്കിലും ഇവരെല്ലാവരും സംഭവസ്ഥലത്തുണ്ടായിരുന്നു. ഇന്ന് നമ്മളെല്ലാ മാധ്യമങ്ങളെയും ഈ കുടുംബം അവരുടെ വീട്ടിലെ ഒരു അംഗത്തെപ്പോലെ തന്നെയാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവർക്ക് വേണ്ടി സംസാരിച്ചവരാണ് നമ്മൾ എന്നൊരു തോന്നൽ അവർക്കും നമ്മൾക്കുമുണ്ട്. നമ്മളെല്ലാവരും ഒരു കുടുംബമായി മാറിക്കഴിഞ്ഞു. ഞാനെപ്പോഴും ഈ തത്സമയ പരിപാടിയിൽ പറയുന്നത്, ഒരു നാടൊരു വീടായി മാറിക്കഴിഞ്ഞ അനുഭവമാണ് അർജുൻ്റെ കാര്യത്തിലുള്ളത്. മലയാളികളെല്ലാവരും അർജുനനെ കിട്ടിയോ എന്നൊരു ചോദ്യമാണ് കഴിഞ്ഞ 10 ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 11 ദിവസം പൂർത്തിയാവുന്നു. അപ്പോഴും നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. പക്ഷേ അപ്പോഴും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു. അപ്പോൾ ഗോവയിൽ നാളെ പാൻറ്റൂൺ കൊണ്ടുവരാൻ പോകുന്നു. വളരെ ശ്രമകരമായ ജോലിയാണ്. പക്ഷേ കർണാടക സർക്കാർ അത് വളരെ ഒരു പ്രസ്റ്റീജിയസ് ആയ ഒരു എഫേർട്ടായി എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടുംബം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ആ ഉത്തരം കിട്ടിയാൽ ഞങ്ങൾക്കൊരു മനസ്സമാധാനവും. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ പോകുന്ന സമയത്ത് അർജുൻ്റെ കുടുംബത്തിൽപ്പെട്ട നിരവധി ആളുകൾ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പല ബന്ധുക്കളും കഴിഞ്ഞ 10 ദിവസമായി അവരുടെ വീട്ടിൽ തന്നെയുണ്ട്. നമുക്കറിയാം, സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനൊരു അപകടം നടന്നാൽ 1, 2, 3 ദിവസങ്ങളിൽ ബന്ധുക്കളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവരവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകും. ഇതൊന്നും അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാതെ ആ വീടിൽ 10 ദിവസമായി നിൽക്കുന്ന മനുഷ്യരാണ്. ഒരു സാധാരണ കുടുംബമാണ്. അർജുനായിരുന്നു ആ കുടുംബത്തിലെ ഏക ആശ്രയം. അത് ഞാൻ ആവർത്തിച്ച് തന്നെ പറയുന്നത്, ഈ സർക്കാർ തീർച്ചയായും ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. കർണാടക സർക്കാരിന് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യുന്നു. ഇനി ചെയ്യാൻ കഴിയുന്നത് കേരള സർക്കാരിനാണ്. നമ്മൾ ആ വീട്ടിൽ പോയി കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്, അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലിയില്ല, അർജുൻ്റെ അമ്മയ്ക്ക് മറ്റ് ജോലിയില്ല, അർജുൻ്റെ അച്ഛന് ജോലിയില്ല. അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഹൃദയം താർന്നു പോകും. കുഞ്ഞാണെങ്കിൽ 1.5 വയസ്സേ എത്തിയിട്ടുള്ളൂ അയൻ.
അപ്പോൾ ആ കുടുംബത്തിന് ഇനി മുന്നോട്ടൊരു സാമ്പത്തിക സ്രോതസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സംഭവിച്ചത് സംഭവിച്ചു, പക്ഷേ ഇനി ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ആ കുടുംബത്തിൻ്റെ പ്രശ്നം ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. കാരണം ഇനി ആ കുടുംബത്തിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ മാത്രം പോരാ, അതിന് സർക്കാരിൻ്റെ ഒരു പിന്തുണ വേണം. കേരള സർക്കാരിൻ്റെ ഒരു പിന്തുണ വേണം. കർണാടക സർക്കാർ 5 ലക്ഷം രൂപ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് മാറില്ല. അർജുൻ വരും എന്നൊരു പ്രതീക്ഷയിൽ നിന്നും ആ പ്രതീക്ഷകൾ ഏറെക്കുറെ അസ്തമിച്ച മട്ടാണ്. അവർ മാനസികമായി ഇത് പൊരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മളടക്കമുള്ള മാധ്യമങ്ങളിൽ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന ചോദ്യവും പലയിടങ്ങളിൽ നിന്ന് ഉയർന്നു. യഥാർത്ഥത്തിൽ ഇതൊരു മണ്ണിടിച്ചിലൊരു മരണം റിപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇത്ര സന്നാഹത്തിൽ പോകേണ്ടതില്ല. പക്ഷെ മണ്ണിടിച്ചിലൊരു മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ജീവൻ്റെ വില മറ്റു വാർത്തയേക്കാൾ വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും അവിടേക്ക് എത്തുന്നത്. അവിടെ സ്വാഭാവികമായും നമ്മൾ കണ്ട കാഴ്ച, അവിടെ കേരളത്തിൻ്റെ ഇതുപോലൊരു സിസ്റ്റം പല ഘട്ടങ്ങളിലും ഇല്ലാതെ പോകുന്നത്, ആ സിസ്റ്റത്തിൻ്റെ അഭാവത്തിൽ ആ സിസ്റ്റത്തെ നിയന്ത്രിക്കാൻ ഇല്ലാതെ പോകുന്നൊരു സാഹചര്യത്തിൽ മറ്റുള്ളവർ കടന്നു വരുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടു. അതിനെ പിന്നീട് ട്രാക്കിലേക്ക് ആക്കുക എന്ന ഉത്തരവാദിത്വം നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തു. സിസ്റ്റം ട്രാക്കിലായ പ്രഷർ വന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ശരിയാണ്, ഒരാളുടെ ജീവന് വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും സമയം പാഴാക്കുന്നത് എന്നാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, നമ്മൾ ബീച്ചിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ കടൽ തീരത്തൂടെ നടക്കുമ്പോൾ കടലിൽ നിന്നൊരു മത്സ്യം തിരയിൽ വന്ന് പിടയുന്നത് കണ്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മത്സ്യത്തെ കരയിൽ ഉപേക്ഷിച്ചിട്ട് പോകാം. കാര്യം അത് ആയിരക്കണക്കിന് മത്സ്യങ്ങളിൽ ഒരാൾ മാത്രമാണ്. പക്ഷേ ആ മത്സ്യത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ മത്സ്യത്തിൻ്റെ ജീവൻ VVIP ആണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതെല്ലാമാണ്. നിങ്ങൾ ആ മത്സ്യത്തെ കടലിലേക്ക് തിരിച്ചു വിടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അസാധാരണമായി നമ്മൾ ചെന്നുപെടുന്ന ഓരോ അവസ്ഥകളാണ്. ആ അവസ്ഥകളിലുള്ള സ്വാഭാവികമായ പ്രതികരണം മാത്രമാണത്. റിപ്പോർട്ട് കഴിഞ്ഞ 140 മണിക്കൂറുകളായി അധികം പരസ്യങ്ങളൊന്നും കൊടുക്കാതെ, എനിക്കൊന്ന് വളരെ മിനിമം, എനിക്കൊന്ന് അറൗണ്ട് 0 ആണ് നമ്മൾ കൊടുത്ത കൊമേഴ്സ്യൽസ്. നമ്മുടെ സ്ട്രിപ്പുകൾ പോലും പരസ്യങ്ങളിൽ നിന്ന് മാറ്റിയാണ് നമ്മൾ ആ തത്സമയ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കാരണം ആ വാർത്തയോടും അർജുൻ്റെ കുടുംബത്തോടുമുള്ള നമ്മളുടെ അനുഭാവവും അതിൻ്റെ ഗൗരവവും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയായിരുന്നു. അത് ആ അർത്ഥത്തിൽ സമ്മർദ്ദം ഫലം കണ്ടു. പക്ഷേ നമുക്ക് അർജുനെ തിരിച്ചു കിട്ടിയില്ല. അർജുൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരുന്നു. പക്ഷേ ഇനി നമുക്ക് വേണ്ടത് അർജുൻ്റെ കുടുംബത്തിനൊരു പിന്തുണയാണ്. ബാക്കി എല്ലാ സാങ്കേതിക സംവിധാനവും അവിടെയുണ്ട്. അതിൻ്റെ എല്ലാ ടെക്നിക്കാലിറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. മനുഷ്യസാധ്യമായതെല്ലാം നമ്മൾ ചെയ്തു. പക്ഷേ ഇനി അങ്ങോട്ട് വേണ്ടത് സർക്കാരിന്റെ പിന്തുണ കൂടിയാണ്. തീർച്ചയായും അത് തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ 11ാം ദിവസമാണ് മന്ത്രിതല സംഘം അവിടേക്ക് പോയത് എന്നുള്ള കാര്യമുണ്ട്. അപ്പോഴും ഓപ്പറേഷൻ തുടരണം എന്നൊരാവശ്യം കേരളത്തിൽ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. 11ാം ദിവസമാണ് അവിടേക്ക് മന്ത്രിതല സംഘം എത്തിയത്. അതിനു മുമ്പ് MLA മാർ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളത് പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. മറ്റ് പ്രധാനപ്പെട്ട പല വാർത്തകളും മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഈ വാർത്തയിൽ നിൽക്കുകയായിരുന്നല്ലോ. നമ്മോടൊപ്പം ഇപ്പോൾ മീറ്റ് ദ എഡിറ്റേഴ്സിൽ SP നാരായണ കൂടി ചേരുന്നുണ്ട്. Hello sir, can you hear me? Yeah, ma'am. Good evening, madam. Namaste. Good evening, good evening. Namaste, sir. Namaste. 11 days have passed since the operation began. Now we got another signal. How confident are you this will help to find out Arjun? Yes, ma'am. Thank you that you've given this opportunity from the district administration to brief you. We got the ISRO images about the heavy metal body in the river 3 days back, when today is the 11th day, but with very difficulty we got the coordinates. Then with the help of the Navy sonar radars, we got the images in the 2 days back. Now from Delhi, the quick pay, the radar, deep penetrated radar technologies fellows, Professor Indra Balan, a major general retired, and his team came and they done all the search, and they have given 3 points of contact points with various signals, which one is with heavy signals. So that we are analyzing and morning by morning the report Meanwhile, we are Arjun is driving from Halial to the destination with wooden logs. Would be probable there. But earlier we thought it is at the mud, and a lot of people concentrated on the GPS mud there. Since there is no trace of the lorry,
we adapted this, and we are very confident tomorrow we'll reach the spot. But river currents are very. സ്മൃതി, എനിക്കൊരു ചോദ്യം ചോദിക്കാൻ. Sir, we can re-establish the connection. Please wait, sir. Please hold on. Sorry for the inconveniences caused. Within 8 knots, we are tomorrow. Just we are employing all the Navy persons and some experts, always drivers from private firm also we are employing. So tomorrow, to go to the point, we are arranging some pontoon-like mission and some anchors so that they can do the operation today. So pontoons Tomorrow, will 8 be o'clock, brought into it action will start. tomorrow, right? Pontoons. Can you explain Yes, yes. how it is going to function? We cannot be able to move any bigger mission in the Gangavali river from the Gangavali bridge, so that no missionaries are not able to come from the seaside. So we are stuck with the highway, so that we are trying very hard to get the mission. നമുക്ക് SP യുമായിട്ടുള്ള കണക്ഷൻ രണ്ടാമത് കട്ട് ചെയ്ത് എടുക്കാൻ തോന്നുന്നു. അതെ, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വന്നത് പോൺടൂണിനെ കുറിച്ചാണ്. ഈ പോൺടൂൺ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോം അവിടെ ഡിപ്ലോയ് ചെയ്തതിന് ശേഷം അതിൽ നിന്നുള്ള ഡീപ്പ് ഡൈവിംഗ്, ഇപ്പോൾ ആങ്കർ ചെയ്തിരിക്കുന്ന ഡിങ്കി ബോട്ടുകൾ അവർ ശ്രമകരമായിട്ടാണ് അത് ആങ്കർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് ഒരു പക്ഷേ ഈ ഗോകർണത്തേക്ക് പോകുന്ന കടലിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒഴുക്ക് നമ്മൾ ഈ പ്രതലത്തിൽ കാണുന്നത് പോലെ അടിയൊഴുക്ക് വളരെ ശക്തമായി തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് കൃത്യമായി ഇറങ്ങി മുകളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പോൺടൂൺസ് കൊണ്ടുവന്ന് 4 ഭാഗത്തുമായി ഡിപ്ലോയ് ചെയ്തതിന് ശേഷം അതിൽ നിന്നുള്ള ഡീപ്പ് ഡൈവിംഗ് മാനുവലി ഇത് പോയി ഇവർക്ക് പരിശോധിക്കണം. എന്നാൽ മാത്രമേ ഈ വാഹനത്തിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് SP എത്തുകയാണെങ്കിൽ അതിലേക്ക് പോകാൻ തോന്നുന്നല്ലേ? ഒന്നും പറയുന്നില്ല, കണക്ഷൻ പ്രശ്നമുണ്ട്. ശ്രീ ആൻഡോ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വാർത്തയ്ക്ക് പിന്നാലെ ഈ രൂപത്തിൽ നിൽക്കുന്ന ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം അല്ലേ? നമ്മൾ നേരത്തെയും ചില വാർത്തകളിൽ ഉറച്ചു നിന്നിട്ടുണ്ട്, അത് തുടർന്നിട്ടുണ്ട് കുഞ്ഞിനെ കാണാതായ സംഭവത്തിലൊക്കെ. പക്ഷേ ഇത് കുറച്ചുകൂടി വലിയ വിഷയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ നമുക്കിതിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്? സ്മൃതി, നമ്മുടെ കൺസൾട്ടിംഗ് എഡിറ്റർ അനിൽകുമാർ പറഞ്ഞതുപോലെ പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സഹായനാണ് എന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് അർജുൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. നമ്മൾ കഴിഞ്ഞ 11 ദിവസവുമായിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാവുന്നതിനപ്പുറം സർക്കാരിൻ്റെ ഭാഗത്താണെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും നേവിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആർമിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലായിടത്തും ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടും ഒരു മനുഷ്യ സഹജമായി ചെയ്യാൻ കഴിഞ്ഞതിൻ്റെയും എല്ലാ അർത്ഥത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യമാണ്. കാരണം നമ്മുടെ ഈ 16-ാം തീയതി രാവിലെ 8:33 ഈ അപകടം ഉണ്ടാകുന്നത്. 16, 17, 18 ഈ 3 ദിവസം ഒരു പരാതി പോലും എടുക്കാൻ ഈ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അവിടെ നമ്മൾ രാവിലെ കെ അഭിലാഷ കാസർഗോഡ് നിന്നും ഏകദേശം 6 മണിക്കൂർ ട്രാവൽ ചെയ്ത് ആ സ്ഥലത്തെത്തുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? അത് ആദ്യമായിട്ട് നമ്മളാണ് സാനിയയിലൂടെ അറിയുന്നത്, വാർത്ത അറിയുന്നത് മോർണിംഗ് ഷോയിലാണ്. അതിനുശേഷം സാനിയയിലൂടെ അത് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു വാർത്താ സംഘത്തെ ഈ സ്ഥലത്തേക്ക് വിടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു 3 ഹിറ്റാച്ചിയും ഒരു 5 JCB റോഡ് ക്ലിയർ ചെയ്യുന്നതാണ് നമ്മളുടെ വാർത്താ സംഘം കാണുന്നത്. അവിടെ തുടങ്ങിയ യാത്രയാണ് സ്മൃതി ഇപ്പം 150-ാമത്തെ മണിക്കൂറിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ 150 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നോൺ സ്റ്റോപ്പായി വാർത്തകൾ നൽകുക എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുന്നിലൊരു വാർത്ത കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ഫാക്ട് ചെക്കിംഗ് ആണ്. എന്തെങ്കിലും ഒരു വാർത്തയിൽ എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ എന്നുള്ളത്. ഈ ഫാക്ട് ചെക്കിങ്ങിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ആ വാഹനത്തിൻ്റെ അകത്ത് GPS വർക്ക് ചെയ്യുന്നുണ്ട്, ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അതിൻ്റെ അകത്തൊരു ജീവൻ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. വാഹനത്തിൻ്റെ പുഴയിൽ ഈ പറയുന്ന വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിന് ജീവൻ ഉണ്ടാകില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിനേക്കാളും അപ്പുറം ഇതിൽ കരയിൽ അർജുൻ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ജീവനുണ്ട്, അത് ക്യാബിനകത്താകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ മുമ്പിൽ നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് പരസ്യമൊന്നുമില്ല. അരുൺകുമാർ നേരത്തെ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ TV യുടെ
റിപ്പോർട്ടർ TV ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? അന്ന് പരസ്യം കൊടുക്കാൻ വേണ്ടി ഒരു 3 മിനിറ്റോ 2 മിനിറ്റോ മാറ്റിവെക്കാൻ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 6 ദിവസം 7 ദിവസമായിട്ട് ഇവിടുത്തെ 80% വരുന്ന മാധ്യമപ്രവർത്തകർ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. 80% മാധ്യമപ്രവർത്തകരും, ചിലപ്പോൾ ബ്യൂറോയിലുള്ള 1-2 പേരൊക്കെ ചിലപ്പോൾ ഫ്രീ ആയിട്ട്, കാരണം അവർക്ക് വേറെ വാർത്തകളില്ലാത്തതുകൊണ്ട് ഫ്രീ ഉണ്ടാവും. പക്ഷേ ഈ ഡെസ്കിലുള്ളതും അതുപോലെ തന്നെ ആ ബ്യൂറോയിലുള്ള ആൾക്കാരെല്ലാം കഴിഞ്ഞ 8 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഈ വാർത്തയ്ക്ക് മുന്നേ നിൽക്കുകയാണ്. കാരണം നമ്മുടെ വീട്ടിൽ ആർക്കോ എന്തോ സംഭവിച്ചതുപോലെ അർജുനൻ്റെ പുറകെ നിൽക്കുകയാണ്. ഇപ്പം കിട്ടും, 1 സെക്കൻഡ്, 5 സെക്കൻഡ്, 10 സെക്കൻഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ്? റഡാറിലൂടെ ഈ പറയുന്ന ആദ്യം കരയിൽ സെർച്ച് ചെയ്യുമ്പോഴും നമുക്ക് 3 സ്ഥലം 4 സ്ഥലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ആ ഐഡൻറ്റിഫൈയിൽ ചെന്ന് കുഴിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പാറക്കെട്ടുകളാണ്. പാറ എടുത്ത് മാറ്റി വെക്കുമ്പോൾ അവിടെ ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട്? അതുപോലെ തന്നെ നമ്മൾ ചെയ്യാവുന്നതിൻ്റെ അപ്പുറം ചെയ്തു എന്നുള്ളതാണ്. ഈ വിമർശകർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്. വിമർശിക്കാൻ ആർക്കും ചെയ്യാൻ പറ്റും, വിമർശനത്തിന് നമ്മുടെ വായടയ്ക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് അർജുനൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഡോക്ടർ അരുൺകുമാറിൻ്റെ കാണുമ്പോൾ നമുക്ക് ആ വാർത്തയ്ക്ക് മുന്നിൽ നമുക്ക് വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. ആ പറഞ്ഞ അർജുനൻ്റെ അച്ഛനെ കാണുമ്പോഴും അമ്മേനെ കാണുമ്പോഴും വൈഫിനെ കാണുമ്പോഴും ഈ പറയുന്ന നമ്മുടെ വീട്ടിലെല്ലാം കുട്ടികളുള്ള എൻ്റെയൊക്കെ മോനുള്ള സെയിം പ്രായമാണ്. നമുക്ക് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ വാർത്തയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളത് മാധ്യമപ്രവർത്തനത്തിൻ്റെ അങ്ങേയറ്റം എന്നുള്ളതാണ്. അതിനകത്ത് നമ്മുടെ ഇപ്പോൾ SP M നാരായണ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ചെയ്തത് റിയൽ ടൈം ജേർണലിസം എന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് റിപ്പോർട്ടർ TV തുടങ്ങിയ കാലം തുടങ്ങി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് മാധ്യമപ്രവർത്തനം എന്നുള്ളത് നമ്മുടെ മുന്നിൽ കാണുന്നത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവിടെ ചെന്നു, നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെ 3 ട്രക്കേ ഉള്ളൂ, അല്ല 3 ഹിറ്റാച്ചിയേ ഉള്ളൂ, അല്ലെങ്കിൽ 3 എക്സ്കവേറ്ററേ ഉള്ളൂ, 4 ട്രക്കാണ് ഇത് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വിളിച്ചു പറയുകയാണ്. നമ്മൾ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. അവിടെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ല. നമ്മളത് ജനങ്ങളോട് പറയും, ഇത്രയും അധികം മാധ്യമം പ്രഷർ വന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ലയെന്ന് രാവിലെ 7 മണിക്ക് അരുൺകുമാർ വിളിച്ച് പറയുകയാണ്. SP 8:30 വരുമെന്ന് പറഞ്ഞു, 9:30 വരുമെന്ന് പറഞ്ഞു, 9:30 വന്നിട്ടില്ല എന്ന് നമ്മൾ മാധ്യമങ്ങളോട് വിളിച്ച് പറയുകയാണ്. നമ്മൾ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ അപ്പുറം ചെയ്യുകയാണ്. ഈ വിഷ്വൽസ്, പഴയുടെ ഒഴുക്കുകൾ, എങ്ങനെയത് നടക്കുന്നത്, എന്ത് രീതിയിലാണ് ഈ സംവിധാനം നടന്നത്, എത്ര പേർ മിസ്സിംഗ് ആയിട്ടുണ്ട്, പുഴയുടെ ഇപ്പുറം എന്താണ് നടന്നത്, ഇതെല്ലാം ഹെലിക്കാം വിഷ്വൽസ് ഇട്ടിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് അയക്കുകയാണ്. ഈ AK അഭിലാഷ് ചെന്നതിന് ശേഷം നമ്മുടെ റിപ്പോർട്ടറുടെ സംഘമായി നമ്മൾ അങ്ങോട്ട് വിടുകയായിരുന്നു. ഒരു ദിവസം 2 ദിവസം 3 ദിവസം എന്നുള്ളത് നമ്മൾ ഏകദേശം 6-7 സംഘങ്ങളായിട്ട് നമ്മൾ വിടുകയായിരുന്നു. റിപ്പോർട്ടർ ഡെസ്കിലുള്ള ഒരാൾക്ക് നമ്മൾ ലീവ് കൊടുത്തിട്ടില്ല, ഒരു മനുഷ്യന് നമ്മൾ ലീവ് കൊടുത്തിട്ടില്ല. രാത്രിയും പകലും ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? അർജുൻ ജീവനോടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിന് മൂലം നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ആ വർക്ക് ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ ആ പറയുന്ന ജേർണലിസത്തെ റിയൽ ടൈം ജേർണലിസം എന്ന് വിളിച്ച് SP-നെയാണ് ഞാൻ സല്യൂട്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ അദ്ദേഹം കാണിച്ച വഴി, ആ ഒരു മനസ്സിനെയാണ് ഞാൻ സല്യൂട്ട് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളത് കേരളം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. യൂട്യൂബിലാണെങ്കിലും നമ്മുടെ ചാനലുകളാണെങ്കിലും എല്ലാ വീട്ടിലും ഇത് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. റൈറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല, ഈ അർജുനനെ കാണാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചത്. അത് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് പരിഹസിക്കുന്നവരോട് എന്ത് നമുക്ക് മറുപടി പറയാനാണ്? അപ്പോൾ ആ ലെവലിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ജേർണലിസത്തെ ഇനി ഒരു പരിധി വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ എന്താണ്? നമ്മളോട് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കാര്യം. അതിൽ അരുൺകുമാർ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ കുടുംബത്തോട് പറഞ്ഞു. ഇനി നമ്മൾ സർക്കാരിനോടാണ് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇനി പറ്റുമെങ്കിൽ, കേരള സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആ കുടുംബത്തെ ചേർത്ത് അത് കുറച്ചുകൂടി വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. SP നാരായണ വീണ്ടും ഒപ്പം ഇപ്പോൾ SP M നാരായണ ഉണ്ട്. സർ, വെൽക്കം ബാക്ക്. സർ, our editorial board has been discussing about the incident and how the rescue process was going on for the past days. Sir, you were talking about the coordinates received from different sources like ISRO, Army and Navy. Everything pointed out to a single area. Are you focusing on that area alone tomorrow? Yes, madam, you are correct. You are correct. That is what we are doing tomorrow. But I think the river current is very high. Since it is a western Ghats, a lot of rain is happening in the upper part, so that river current is coming in. So to do any operation, we need the base. So tomorrow also we tried, but 2 or 3 of our boats are got toppled. That is a risk we are taking. Tomorrow, that's why the heavy machinery, the tug type machine is also coming, so that we are going to anchoring that place, and Navy divers and expert other swimmers will go inside of the objects. So, sir, so you are telling that building a platform using the pontoons from Goa, it will be easy for the divers to go inside, go deep.
Sir, can you hear us? Hello? Sir, I think we lost the contact in Yes, madam, between. you are correct. Yeah. Yes, madam, you are correct. So on those pontoons, the operations will be concentrating on tomorrow. And along with that, does the search on the river bank where the shop was situated? Yesterday, entire continue night, that search? we have searched the river bank. Tomorrow again, the Navy people are coming. We summoned the Coast Guard also, entire the river bed, and along with Coast also, the simultaneous operation will be done. Not only Arjun, still 3 people are missing. That is one Arjun and other 2 people, localites also. 8 to 3 persons are yet to be identified. In this fateful incident, total 11 toll is happened, very unfortunate. I can share the pain and the grief of the family of Arjunan. I thought today that Jitin and Abel and Abhishek, the 3 people are with us. And Honorable PWD Sir Minister and the Forest Ministers are already arrived. They have their site inspection. Tomorrow, there are overseeing and they are witnessing how we are doing with the difficulty. One thing I want to say, sir, and the fast, because of lot of communication gap, our operation details are not came on the Kerala media. Thanks to lot of media friends, including reporter, that what is actually happening, you reported, so that lot of miscommunication between 2 states are averted. Our CM office continuously following what is the operation happening. They are continuously supporting. And Kerala government also today they came and see. But unfortunately, after this is the 11th day, we are not able to find Arjun. That is one of the biggest challenges for us. We hope by tomorrow, we pray God that rain should not come. God also will help us. But our entire human effort, this is the first time this big landslide is happening on riverside in the Uttara Kannada. And myself and DC Madam and entire our district minister and MLA, everybody is rushed done they are doing. So that next time, tomorrow, we will put all our full effort to search Arjun. Okay, sir. Dr. Arun want to talk to you. Narayana sir, this is Arun joining from Calicut. Namaskar, Sri Narayana. I just visited the home of Mr. Arjun and I met his mother, sister, wife, and they raised a small concern that I wanted to share with you. They wish to have a common contact number, like a control room number of your district administration, to have some communication, because now they don't have it. Even though DC Madam gave a number, actually that number is not working. So they requested if you could provide a contact number, they can contact on that number and they will get updates, frequent updates from an authoritative source. Now they depend on Jitin, who is there on the site. So could you please provide one officer number to Arjun's family so that they can communicate with him so easily? That's a simple demand. ഡോക്ടർ അരുൺ, പിന്നെയും കോള് കട്ടായിരിക്കുന്നു തോന്നുന്നു, അദ്ദേഹം കേൾക്കുന്നില്ല. ഓക്കെ, നമുക്ക് അദ്ദേഹത്തെ ഫോൺ ചെയ്ത് ഈ നമ്പർ ആവശ്യപ്പെടാം. അവർക്കൊരു കൺട്രോൾ റൂം നമ്പർ ആവശ്യമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതായത് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ഈ കുടുംബത്തിന് ലഭിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. അല്ലല്ല, അങ്ങനെയല്ല. അവർ DC മാം ഒരു നമ്പർ കൊടുത്തിരുന്നു, ലക്ഷ്മിപ്രിയ മാം. പക്ഷേ നമ്പർ ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞതിനു ശേഷം ആ നമ്പറിൽ പിന്നെ കോണ്ടാക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് നേരിട്ട് വിവരം അറിയാൻ കഴിയുന്നില്ല എന്നൊരാശങ്ക അവർ പങ്കുവച്ചു. ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അതുകൂടി മനസ്സിലാക്കി ഒരു മലയാളി ഉദ്യോഗസ്ഥനോ അതല്ലെങ്കിൽ ഹിന്ദിയോ കൂടി സംസാരിക്കാൻ കഴിയാവുന്ന ഒരാൾക്ക് ഒരു കോണ്ടാക്ട് നമ്പർ കിട്ടിയാൽ നന്നായിരിക്കും എന്നാണ് ആ കുടുംബം പറഞ്ഞത്. അത് ഞാൻ SP ശ്രീനാരായണനോട് പറയാം, ഡിസ്ട്രിക്ട് കളക്ടറോട് പറയാം. അദ്ദേഹം ഇപ്പോൾ കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാൻ തോന്നുന്നു. ഡോക്ടർ അരുൺ ഇപ്പോൾ അദ്ദേഹം ലൈനിൽ ഉണ്ട്.
Yes, Sri Narayana, namaskar. This is Arun joining from Calicut. I think you heard me. Yes, sir. Yes, sir. The number you can share to me so that I'll be directly with their family. Their families, see, I know already 3 people are there. If they want to come here also, but there is a welcome. But it is very, very great, very, very sad situation for the family. I can share their sentiment. So God bless with them. But I want to tell you one thing, entire district administration, government of Karnataka is after rescuing the people on first instance, but this news of truck of Arjun came up 3 days. And after this Ranjit came there and our Kerala rescue team came, we accommodated them for the initial communication gap. They told me they have Pakka information. Because of GPS location of that bench, we also believed that. By the time NIT came, we allowed them and we removed more than 500 trucks of mud from that spot for Arjun. But that time gap just made us delay of the riverside operation. And one thing, unfortunately, the tanker is also there with the fillet tanker in the river, and one team is rushed there, and some team is searching on the mud. So the river bank side, they are not able to go because of heavy rain. You know that last 15 days, when this unfortunate begin happened, in entire Uttara Kannada district, not only the landslide, other 5 people also died in different parts. And lot of roads are blocked, and a lot of other calamities is happening in entire district. Still, there is a yellow alert for our district for continuous 3 days. And previously, in a red alert also, we worked for continuously 4 days. So, I pray tomorrow the current will go down and gods will help us. Okay. Narayana sir, their family actually wanted to visit the place, but not this time. After some time, when the monsoon comes to an end, they will visit the place. And I know they are very much sad and disappointed. They want to do some rituals on that place after some time. So I think they will contact you back. Now, Jidin will be there, and you can give a contact number of your control room or some officials to them, so that they will be communicating on that number, so that they will get a real updated number without believing any rumors. I want to clarify once again. The Honorable PWD Minister and Forest Minister, they summoned all 3 family members, Abhilash, Jitin and Abel. Tomorrow we are giving 3 passes to them. Okay. So that there are the 3 or 4 barricades, so that they cannot stop it anywhere, so that they can join with our team. And there's a request came from you and other media friends and their family. We are honoring them. Okay. Thank you. And I have one personal question, Mr. Narayana. I think you have a long period of service. Have you ever seen this kind of a complex situation in your service life, where this rescue mission is actually getting delayed for 11 days, and still the Navy and the Army, the best trained scuba people, are not able to reach the spot? That kind of a complex situation, have you ever witnessed in your service? No. Here is, yes sir. My previous experience, here also everybody reached. On the day of the incident, everybody here. But only thing is, we are not able to swim over the river, and because we for last 4 days we doesn't know lorry is there. Maybe Kadamba Naval Base here only there, and the military also summoned after there all reports from Belgaum. They also rushed. Entire Coast Guard is here. All agencies working. But the thing is, entire 4 days, our officials time, we are on the other side of the hill, not on the river. And we are continuously, bodies are coming, we are recovering the bodies, and we are on the rescue operation of the tanker. Because of the media friends and Mr. Mohan sir from Wayanad, he called me personally, and Sri Venugopalji from ACC office, they also called us that some truck is missing. Then one Mubin, who is the owner, they sent the number. So I personally took the RTO details and find out the Mubin's number, and again they also called. They called our Ankola police station on 18th 2:30 in the early morning to my inspector. Since it is a since it is a night, my inspector told, come tomorrow morning, they are here only.
And when I went to spot, immediately I find out Mubin and Jitin, and formal complaint of missing also done that Ankola police station. Then only we got seriousness, and we came to know after 3 days. That is the what you call very fateful and unfortunate. That should not be happened. If we came to know that the lorry is stuck on the first day itself, people are telling that Benj people, which is very oxygen of some quantity will be for 3-4 days with a possibility. That is also pinching us actually. We are not just feeling so badly that the information came us on the right time. Our people are responded in a very quicker way. Then this operation will be ended by very sooner. Okay. Once again, we really appreciate your effort, your coordinated effort at this moment, and family also wish to convey their regards to the entire district administration who is coordinating the effort now. താങ്ക് യു വെരി മച്ച് സർ. നമ്മുടെ അദ്ദേഹം വീണ്ടും കോൾ കട്ടായി പോയി 2-3 തവണയായി. അതെ 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 ഇതെല്ലാം അദ്ദേഹം വിശദമായി തന്നെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. നമുക്ക് അദ്ദേഹത്തോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലേ ആൻഡ്രോ സാർ? നമ്മൾ ഈ ഒരു ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ സാധാരണഗതിയിൽ ഏതെങ്കിലും VIP-കളുടെ മരണം അല്ലെങ്കിൽ അപകടങ്ങൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴായാലും 1-2 ദിവസത്തിനപ്പുറം തത്സമയം ഇത്രയും മണിക്കൂറുകൾ സംപ്രേഷണം പോകുന്നത് വിരളമാണ്. ഒരു മലയാള മാധ്യമ ചാനൽ ചരിത്രം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എക്സാമ്പിൾ വേറെ ഉണ്ടാകില്ല. അങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് പോകുമ്പോൾ വിമർശനങ്ങൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമാണ്, ഒരുപാടുണ്ടായി. അതിനിടയിൽ SP തന്നെ വന്ന് നമുക്ക് തന്ന ഒരു കമൻറ്റ്, നമ്മൾ റിയൽ ടൈം ജേർണലിസമാണ് ചെയ്യുന്നത്, അതിനോടുള്ള അദ്ദേഹത്തോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി നമുക്കുണ്ടല്ലേ? അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതെ, അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതല്ല, അതിനേക്കാളും കൂടുതൽ SP നാരായണ അപ്രോച്ചബിൾ ആയിരുന്നു കേട്ടോ. അദ്ദേഹം അപ്രോച്ചബിൾ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സംവിധാനം കർണാടകയിൽ പൊതുവായി സംഭവിക്കുന്ന ആ ഒരു സംവിധാനം എന്നുള്ളതിനപ്പുറം അദ്ദേഹം ഇങ്ങനെയൊന്നും അതുവരെ ഒരു മീഡിയ പ്രഷർ വരിക, അതിന് മേലെ മിനിസ്റ്റേഴ്സും, അതാണ് ആദ്യത്തെ ചർച്ചയിൽ വന്നത്. നിങ്ങൾ VVIP-നെയാണോ, നിങ്ങൾ ഒരു ട്രക്ക് ഡ്രൈവറെ നിങ്ങൾ VIP ആയിട്ടാണോ കാണുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ കാരണം അതാണ്. അവിടെയാണ് ശ്രീ ആൻഡ്രോ ഈ പറയുന്ന കണക്ക് നമ്മൾക്ക് ഈ മീഡിയയുടെ ആക്ടിവിസം കൊണ്ട് ഒരു പോസിറ്റീവായ കാര്യം സംഭവിച്ചത് നിശ്ചയമായിട്ടും ഒരു അലേർട്ട്നെസ് അവിടെ കൊണ്ടുവരാനും വളരെ വേഗത്തിൽ ആളുകളെ കൊണ്ട് ആക്ട് ചെയ്യിക്കാനുള്ള ഒരു പ്രഷറൊക്കെ ഉണ്ട്. മറ്റൊരു പോസിറ്റീവായ കാര്യം ഞാൻ കാണുന്നത്, ഇപ്പം നമുക്ക് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി മനസ്സിലാക്കാം, വളരെ അൺഫോർച്ചുനേറ്റ് ആണ്, ഈ ഒരു സാധ്യതയും ഞാൻ ഈ കാര്യത്തിൽ കാണുന്നുമില്ല. അർജുൻ്റെ ഒരു മടങ്ങി വരവെന്നൊക്കെ പറയുന്നത് എത്രത്തോളം സാധ്യമാണ്, അതൊക്കെ അത്ഭുതകരമാണ്. പക്ഷേ ഇപ്പോൾ തന്നെ നാരായണ പറഞ്ഞൊരു കാര്യമുണ്ട്, ആദ്യത്തെ ഒരു 3 ദിവസം പോയി എന്ന് സമ്മതിക്കുന്നുണ്ട് അവർ. കാരണം അവർക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല, എൻ്റെ വണ്ടി അതിൻ്റെ താഴെ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല, മറിച്ച് ആ കടയടക്കമുള്ള സാധനങ്ങൾ ഒഴുകിപ്പോയി എന്നൊക്കെയുള്ളതാണ് ആ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആക്ട് ചെയ്യാൻ താമസിച്ചു എന്നുള്ളത്. അതിനേക്കാളും ഒക്കെ അപ്പുറത്ത് ഞാൻ ഈ കാണുന്ന മീഡിയ ആക്ടിവിസ്റ്റിൻ്റെ ഒരു ഗുണമായിട്ട് ഞാൻ കാണുന്നത്, ഒരു സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെന്നിട്ടൊരു കാര്യം പഠിപ്പിച്ചു, എല്ലാ ജീവനും പ്രധാനമാണ് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അത് അന്വേഷിക്കണം. ഇനിയിപ്പം നമ്മൾ നേരത്തെ വിലയിരുത്തിയിട്ടുള്ളതുപോലെ ഇനി ഏതെങ്കിലും തരത്തിൽ കർണാടകത്തിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടായാൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള, നേരത്തെ സുജയ പറഞ്ഞ കണക്ക് VVIP-എന്നോ അല്ലെങ്കിൽ VIP-എന്നോ അല്ലെങ്കിൽ ഒരു വലിയ വ്യവസായിയെന്നോ അല്ലെങ്കിൽ ഒരു ഇടത്തരക്കാരനെന്നോ ഒരു ഉദ്യോഗസ്ഥനെന്നോ ഒന്നും നോക്കാതെ ഒരു സാധാരണ മനുഷ്യൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ദേ വിൽ ഡെഫിനറ്റ്ലി ആക്ട്. അങ്ങനെ നന്നായിട്ട് പ്രവർത്തിക്കാൻ ഉള്ളൊരു മനസ്സിലേക്ക് അവർ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതൊരു പോസിറ്റീവായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മുഖ്യമന്ത്രി അടക്കം അവിടെ വന്നു. അതെ, മുഖ്യമന്ത്രിയൊക്കെ എനിക്ക് തോന്നുന്നത് കർണാടകയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു ലാൻഡ് സ്ലൈഡൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി വരുന്നത്. വെച്ചാൽ ഇത് കുറച്ച് പേരുടെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു 50 പേര് 60 പേരൊക്കെ മരിക്കുമ്പോഴാണ് സാധാരണ വലിയൊരു കണ്ടിൻജൻറ്റ് വരുന്നതും ഒരു മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് അവിടുത്തേക്ക് ഒരു രീതി എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയാണല്ലോ ഒരു 4 പേര് മരിച്ചാൽ അല്ലെങ്കിൽ 2 പേര് മരിച്ചാൽ പെട്ടെന്ന് തന്നെ എല്ലാ സംവിധാനങ്ങളും അങ്ങോട്ടേക്ക് എത്തുന്നത്. ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളൊന്നും കേരളത്തിന് പുറത്തില്ല. എന്നാൽ ഈ പറയുന്ന ഒരു മീഡിയ ആക്ടിവിസം വന്നതോടുകൂടി നിങ്ങളുടെ മനുഷ്യർക്ക് ഇനി എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കണം എന്നൊരു പാഠം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് അവരും വരും. ഇപ്പം മലയാളികൾ ഒരുപാടുള്ള സ്ഥലമാണല്ലോ കർണാടക. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ ജീവിക്കുന്നൊരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ നമ്മളുടെ ഒരു ആക്ടിവിസം എന്ന് പറയുന്നത് അവിടെ ജീവിക്കുന്ന മലയാളികൾ കൂടി വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? നാളെ അവിടെ എന്ത് സംഭവിച്ചാലും ചോദിക്കാൻ, അത് അന്വേഷിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ മേലിൽ പ്രവർത്തിക്കാൻ ആളുകൾ ഈ സംസ്ഥാനത്ത് തയ്യാറാണ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നതിനകത്ത് ഈ മീഡിയ ആക്ടിവിസം വലിയൊരു റോൾ വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം. അല്ലാതെ നേരത്തെ താങ്കൾ പറഞ്ഞ കണക്ക് ഇതൊരു റേറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എത്ര പരസ്യം കൊടുത്തിട്ടുണ്ട്? അതാണ് ഞാൻ പറയുന്നത്. റേറ്റിംഗിൻ്റെ നമ്മുടെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഏക വരുമാന മാർഗം എന്താണ്?
പരസ്യമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പരസ്യം കൊടുത്ത് ലാഭം കൊയ്യാൻ വേണ്ടി നോക്കിയാൽ പോരെ. കഴിഞ്ഞ 8 ദിവസമായിട്ട് നമ്മളത് ചെയ്തിട്ടില്ലല്ലോ. നമ്മളത് ചെയ്യാത്തതിന് കാരണം എന്ന് പറയുന്നത് ജീവൻ്റെ വില പരസ്യത്തിനപ്പുറമാണ് എന്ന് വിശ്വസിക്കുന്ന മാധ്യമപ്രവർത്തകരാണ് റിപ്പോർട്ടർ TV-യിലുള്ള എല്ലാവരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ ഡോക്ടർ അരുൺകുമാർ ഇവിടുന്ന് എത്ര മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് പോയത്? ഇവിടുന്ന് കാസർഗോഡ് വരെ ട്രെയിനിൽ പോകുന്നു, അവിടുന്ന് 8 മണിക്കൂർ ട്രാവൽ ചെയ്ത് ആ സ്ഥലത്ത് പോകുന്നു, അങ്ങനെ 2 ദിവസം നിൽക്കും. ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ AK അഭിലാഷ്, നമ്മുടെ കാസർഗോഡ് റിപ്പോർട്ടറാണ്, അദ്ദേഹമായിരുന്നു ആദ്യത്തെ സമയം എടുത്തത്. അദ്ദേഹം അവിടെ 8 ദിവസമാണ് നിന്നത്. 8 ദിവസം അദ്ദേഹത്തിൻ്റെ കാലിലെ ഒരു തൊലിയില്ല എന്നുള്ളതാണ്. മുഴുവൻ ഈ വെള്ളത്തിൽ ചതുപ്പിൽ നിന്നിട്ട് റിപ്പോർട്ട് ചെയ്ത് കാലിലെ തൊലികൾ മുഴുവൻ പോയി. അപ്പോൾ ഇന്നലെ രാത്രി 11 മണിക്ക് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് അവിടുന്ന് കയറി പോരാൻ പറയുകയാണ്. മതി, നമുക്ക് പുതിയ 4 ടീമും കൂടെ പോകുമ്പോഴും അദ്ദേഹം പറയുന്നത് സാറേ ഒരു എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയിട്ട് പോരാൻ പറ്റും. കാരണം നമ്മൾ വേദന അനുഭവിച്ച് നിൽക്കുന്നത് എന്തിനാണ്? കാരണം എൻ്റെ ശരീരത്തിൽ വേദന സംഭവിക്കുമ്പോൾ നമ്മൾക്ക് വേദന ഉണ്ട് എന്ന് മനസ്സിലാവും. നമ്മൾ റിപ്പോർട്ടേഴ്സ് എങ്ങനെയാണ് ഈ ദീപക് മലയമ്മയൊക്കെ അവിടെ നിന്ന് വെയിൽ കൊണ്ടും മഴയും കൊണ്ടും, കാരണം കുട പറന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് കുട പറന്നു പോകുമ്പോൾ പിന്നെ ഈ സമൂഹ മാധ്യമങ്ങൾ അവഹേളിക്കുകയാണ്. നമ്മൾ കാറ്റത്ത് കുട പറന്നു പോകുമ്പോൾ അവഹേളിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറി എന്ന് പറയുന്നത് എന്തിനേയും വളരെ കുറച്ച് പേരാണ്. മാത്രമല്ല ഇത് ഈ വാർത്തയിൽ എന്തായി എന്ന് അന്വേഷിക്കുന്നവരാണ് കൂടുതൽ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ പറഞ്ഞ 8 ദിവസം 9 ദിവസം ഈ പറഞ്ഞ ചതുപ്പിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് വേണമെങ്കിൽ അത് കാര്യങ്ങൾ മനസ്സിലായി, ഒരാളല്ലേ ഉള്ളൂ, വെള്ളത്തിൽ പോയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അത് ഈ സമയം വരെ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ 150 മണിക്കൂറോളം നമ്മൾ നിരന്തരമായി വാർത്ത കൊടുക്കുന്നതിൻ്റെ ഒരു പര്യവസാനം വേണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് എന്നും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം കേരളത്തിൽ മറ്റുള്ള വാർത്തകൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? അവിടുന്ന് കരുതുന്ന എല്ലാ അപ്ഡേറ്റുകളും കറക്റ്റായി നമ്മൾ പിന്നെ റിപ്പോർട്ടർ TV-യിൽ എത്തിക്കുകയും ഈ 150 മണിക്കൂർ എന്നുള്ളത് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ കഴിയാത്തതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു കൺക്ലൂഷൻ എത്തി എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് എല്ലാ കൺക്ലൂഷൻ, എല്ലാ ഭാഗങ്ങളും നമ്മൾ സെർച്ച് ചെയ്തു, എല്ലാം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തു. അത് മുഴുവൻ ഇടതടവില്ലാതെ മാധ്യമങ്ങൾക്ക് കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ ലൈവ് റിപ്പോർട്ടിംഗ് ഇവിടെ അവസാനിപ്പിച്ച് നമ്മൾ ബാക്കിയുള്ള അവിടുന്ന് വരുന്ന അപ്ഡേഷനിലേക്ക് കറക്റ്റായിട്ട് പോവുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള സർക്കാരിനാണ്. കേരള സർക്കാർ ചെയ്യേണ്ടത് അവരുടെ കുടുംബത്തെ ചേർത്ത് നിർത്തുക. അവരുടെ അച്ഛന് സുഖമില്ലാത്ത ആളാണ്, അമ്മയ്ക്ക് ജോലിയില്ലാത്ത ആളാണ്, ഭാര്യയ്ക്ക് ജോലിയില്ലാത്ത ആൾ, ചെറിയ കുട്ടിയാണ്. ഇവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് സമൂഹത്തിന് നൽകുന്ന വലിയൊരു പിന്നെ അവരെ കൂട്ടുനിർത്തി സർക്കാർ ഒരു വലിയ സന്ദേശമാണ്. ആ സന്ദേശത്തിലേക്ക് സർക്കാർ പോവുക, എത്രയും പെട്ടെന്ന് പോവുക എന്നുള്ളതാണ്. അധികം നമ്മൾ ഡിലേ ആക്കി ഇതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം പോകുന്നില്ല, എത്രയും പെട്ടെന്ന് പോവുക. അത് കാരണം ഇത് കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ അർജുൻ തിരിച്ചു വരാൻ വേണ്ടി കൂടെ നിൽക്കുകയാണ്. വരുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു വലിയ മനക്കട്ടി, ഇത് മനസ്സിനകത്തൊരു കട്ടി കിടക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ വരെ ഉണ്ട് എന്നുള്ളതാണ്. അത് എത്രയും പെട്ടെന്ന് മാറി കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ്. അതാണ് അരുൺ അവിടെ പോയി അമ്മേനെയും അച്ഛനെയും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്. അവർക്ക് മുഹമ്മദ് റിയാസ് പറഞ്ഞത് 2 MLA-മാർ വീണ്ടും തുടരും എന്നാണ് അവിടെ ഈ പറയുന്ന സെർച്ച് ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ട്. ഇനി നാളെ അവർ തിരിച്ചു പോരുമെങ്കിലും ഓരോ ഘട്ടമായിട്ട് ഓരോ 2 MLA-മാർ അവിടെ നിലനിർത്തും. ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന 3 പേരാണ് കേട്ടോ. ഒന്ന് MK രാഘവൻ MP, അഷ്റഫ് MLA, അതുപോലെ ഈ സതീഷ് സൈലെ MLA, അതുപോലെ ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ ഈ SP, അതുപോലെ തന്നെ കേരളത്തിലുള്ള മുതിർന്ന അല്ലെങ്കിൽ മുഴുവൻ മാധ്യമപ്രവർത്തകർ എന്ന് തന്നെ ഞാൻ പറയാം. ഞാൻ റിപ്പോർട്ടർ TV-നെ എടുത്ത് മാത്രമല്ല പറയുന്നത്, കേരളത്തിലുള്ള മുഴുവൻ മാധ്യമപ്രവർത്തകരും മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം ആ സ്ഥലത്തുണ്ട് കേട്ടോ. മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം ആ സ്ഥലത്ത് കഴിഞ്ഞ് 10 ദിവസമായിട്ട് നിൽക്കുകയാണ്. കർണാടക മീഡിയ കേരളത്തിലെ മാധ്യമം അത് 2 ബ്രീഫിംഗാണ് നടക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കർണാടകയ്ക്ക് വേണ്ടി ഒരു ബ്രീഫിംഗ്, കേരളത്തിന് വേണ്ടി ഒരു ബ്രീഫിംഗ്. അപ്പോൾ കേരളത്തിലുള്ള മാധ്യമപ്രവർത്തകരെ ഒന്നടങ്കം ഇതിൻ്റെ കാര്യത്തിൽ ഒരു ജീവന് വേണ്ടി കൂടെ നിന്നതിൻ്റെ അകത്ത് റിപ്പോർട്ടർ TV-യുടെ മാനേജിംഗ് എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതുപോലെയുള്ള റിയൽ ടൈം ജേർണലിസത്തിലേക്ക് ഈ പരമ്പരാഗത മാധ്യമങ്ങൾ തിരിച്ചു വരണമെന്നും കൂടെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇനി വരുന്ന ഒരു ആക്ടിവിസം അങ്ങനെയാണ്. നമുക്ക് ആക്ടിവിസം ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും. കാരണം ഓരോ ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തനം എന്നുള്ള ചോദ്യമൊക്കെ ചിലർ ഉയർത്തുന്നുണ്ട്. പക്ഷേ ചില വിഷയങ്ങളിൽ അങ്ങനെ എടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. അല്ല, കാരണം ഇന്ന് എന്താണ് സ്മൃതി ജനങ്ങൾക്ക് അറിയേണ്ടത്? ജനങ്ങൾക്ക് അറിയുന്നത് എന്താണ്? കാരണം ഇന്ന് യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങൾ എല്ലാവരും മാധ്യമപ്രവർത്തനമായി നിൽക്കുന്ന കാലയളവിൽ അവർക്ക് എന്താണ് അവിടെ എക്സാക്റ്റ് നടക്കുന്നത് അറിഞ്ഞാൽ മതി. നമ്മളൊരു പാക്കേജ് ഉണ്ടാക്കി മ്യൂസിക്
മ്യൂസിക്കും അതിൻ്റെ ബൈറ്റൊക്കെ കൂടി ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും അപ്പുറം അതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിവിടെ 5 പേര് ഇന്ന് ചർച്ച സമയത്ത് ആരുടെ അഭിപ്രായമാണ് എടുക്കേണ്ടത് എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് എന്താണോ റിയൽ ടൈം ആക്ടിവിസം, എന്താണ് ആ റിയൽ ഗ്രൗണ്ടിൽ നടക്കുന്നത് എന്ന് അറിയുന്നത് മാത്രമേ ബാക്കി അവർക്കറിയാം എന്താണ് അതിനെ എങ്ങനെ എടുക്കണം, ഏത് രീതിയിൽ എടുക്കണം എന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം എന്നുള്ളതാണ്. അപ്പം ഇനിയുള്ള കാലയളവിലേക്ക് റിയൽ ടൈം ജേർണലിസത്തിൻ്റെ കാലമാണ് വരാൻ പോകുന്നത്. ഇനി അതാണ് ഞാൻ പറയുന്നത്, ആ ഒരു വാക്ക് എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തു എന്നുള്ളതാണ്, SP പറഞ്ഞ വാക്ക് എന്നുള്ളതാണ്. ഈ ജേർണലിസത്തിനെ അദ്ദേഹം റിയൽ ടൈം ജേർണലിസം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ മുഴുവൻ റിപ്പോർട്ടർ TVക്ക് റിയൽ ടൈം ജേർണലിസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇതിൽ കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ ഉറപ്പിക്കാം, എന്താണ്, റിപ്പോർട്ടർ TVയിൽ വരുന്ന വാർത്തകളുടെ പിന്നാലെ റിപ്പോർട്ടർ TV ഉണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ അവസാനം വരെ റിപ്പോർട്ടർ TV ഉണ്ടാവും എന്നുള്ളത്. അതിൻ്റെ അകത്ത് പരസ്യം എന്നുള്ളതല്ല നമ്മുടെ പ്രധാന ഘടകം. ആർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല നമ്മുടെ പ്രധാനം. ആരുടെ ഇൻഫ്ലുവൻസ് വന്നു ഉള്ളതല്ല നമ്മുടെ പ്രധാന കാര്യം. നമ്മുടെ വാർത്തകളുടെ ദിശ എന്ന് പറയുന്നത് അതിൻ്റെ സത്യത്തെ തേടി പുറത്തേക്ക് പോവുക. അതിൻ്റെ നമ്മുടെ ടാഗ്ലൈനിൽ പോകുന്നതിൽ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നാണ് നമ്മൾ റിപ്പോർട്ടർ TV തുടങ്ങിയ സമയത്തിരിക്കുന്നത്. ഏത് ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിപ്പോർട്ടർ TVയുടെ ലക്ഷ്യം. അത് തുടരുക തന്നെ ചെയ്യും. ആ തുടരുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അർജുനൻ്റെ കാര്യത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയി മിസ് ചെയ്ത സമയത്തും നമ്മൾ ഇതേ തന്നെയാണ് അവിടെ തന്നെയാണ് നിന്നത്. കാരണം എന്താ, അക്കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഉത്തരവാദിത്തമാണ്. കാരണം അത് മനുഷ്യർ ക്രിയേറ്റ് ചെയ്ത് ഇതൊരു പ്രകൃതി ദുരന്തമാണ്. അർജുൻ്റെ കാര്യത്തിൽ ഒരു പ്രകൃതി ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് അതും മനുഷ്യനിർമ്മിതമാണ്. കാരണം ചില ആ കുന്നൊക്കെ ചെത്തി വെച്ചിരിക്കുന്നത് തന്നെ വളരെ അശാസ്ത്രീയമായിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മളെല്ലാവരും അടക്കം ഈ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾക്ക് നടുവിൽപ്പെട്ടൊരു മനുഷ്യൻ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സൊസൈറ്റിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. നമുക്കൊരു ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ദുരന്തത്തെയാണ് നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടി വന്നത്. 3 ദിവസമാണ് നമ്മൾ അതിൻ്റെ പിന്നാലെ നിന്നത്. അതുകൊണ്ട് എന്താ ഗുണമുണ്ടായത്? നോക്കിപ്പോൾ അവിടെ വലിയ രീതിയിലാണ് ആ ഓപ്പറേഷൻസ് നടക്കുന്നത് അല്ലേ. ഇപ്പോൾ ആമയിഴഞ്ചൻ തോടിൻ്റെ അവിടെയൊക്കെ ഈ പറയുന്ന എന്തൊക്കെയോ ഷോട്ട് ക്യാമറാസ് വയ്ക്കുന്നു, ആ തോട് ക്ലീൻ ചെയ്യുന്നു. അതേപോലെ തന്നെ അവിടെ ആ ഓടകൾക്ക് മുകളിലുള്ള ചില കടകളെല്ലാം അടപ്പിക്കുന്നു, അവിടെ ക്ലീനപ്പ് നടക്കുന്നു. ഈ രീതിയിലൊരു കാര്യം മാറ്റിയെടുക്കണമെങ്കിൽ അത്തരത്തിൽ വളരെ ആക്റ്റീവായി നിന്നുകൊണ്ട് അതിനെ വിമർശിക്കേണ്ടതിനെ വിമർശിക്കുകയും തുറന്ന് കാണിക്കേണ്ടതിനെ തുറന്ന് കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മീഡിയ ആക്ടിവിസം എന്ന് പറയുന്നത്. ഈ റിയൽ ടൈം ജേർണലിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതാണ്. നമ്മൾ ആക്ടിവിസം എന്ന് പറയുമ്പോൾ ആക്ടിവിസം ഫോർ എ റിയാക്ഷൻ ആണ് അല്ലേ, ഒരു പോസിറ്റീവ് റിയാക്ഷൻ, ഒരു പോസിറ്റീവ് സ്ട്രോക്ക് ഒരു സൊസൈറ്റിയിൽ കൊടുക്കാൻ പറ്റുക. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനൊരു അതിനൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാകാൻ പറ്റണം. അർജുൻ്റെ വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ദേശീയപാതയുടെ ഓരങ്ങളിൽ നിൽക്കുന്ന ദേശീയപാത 66 കടന്നു പോകുന്നത് 5 സ്റ്റേറ്റ്സിലൂടെയാണ്. ഈ 5 സ്റ്റേറ്റ്സിലും ഈ മല തുരന്നുകൊണ്ട് പാത നിർമ്മാണം നടന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര മുതൽ കേരളം വരെയുള്ള NH66 വന്ന് ചേരുന്ന ദേശീയപാതയുടെ മറ്റു ഭാഗങ്ങൾ, ഇവിടേക്ക് ഓരോ റീച്ചിലും ഓരോ കോൺട്രാക്റ്റാണ്, ഓരോ കരാറുകാരനാണ്. ഇപ്പോൾ IRB എന്ന ടീമാണ് ഇവിടുത്തെ ഈ റീച്ചിൽ, ഷിരൂർ റീച്ചിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അവരെത്ര അശാസ്ത്രീയമായിട്ടാണ് ആ മല അവരുടേതാണ് 5 JCBകൾ. ഞാൻ അതേക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഈ IRB എന്ന കമ്പനി എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു ലോൺ കമ്പനി കേസ് മാത്രം, ഒറ്റ കമ്പനിയുടെ കേസാണെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെയുള്ള ഈ കരാർ ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ കൃത്യമായിട്ടാണോ ഈ പണി നിർവഹിക്കുന്നത് എന്നുള്ളത് നിതിൻ ഗഡ്കരി എന്ന കേന്ദ്രമന്ത്രി തന്നെ ഉറപ്പുവരുത്തണം. എങ്ങനെയാണ് ഇതിൻ്റെ നിർവഹണം നടപ്പാക്കുന്നത്? ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. കാരണം മനുഷ്യർ അവരുടെ ജീവന് വില കൊടുത്തുകൊണ്ട് സഞ്ചരിക്കുന്ന പാതയാണ്. നമ്മളടക്കം എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ദേശീയപാത. അപ്പോൾ അതിൻ്റെ വശങ്ങളിൽ ഇങ്ങനെ ഒരു ദുരന്തം, ഒരു മനുഷ്യനിർമ്മിത ദുരന്തം പതിയിരിപ്പുണ്ട് എന്ന ഒരു സൂചന കൂടി ഈ ഒരു ദുരന്തത്തിൽ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കേന്ദ്ര സർക്കാർ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവരോട്. അതെ, അല്ല ഞാനിപ്പോൾ നമ്മുടെ പുതിയ നാഷണൽ ഹൈവേൻ്റെ വർക്ക് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ പല സ്ഥലങ്ങളിലും 20-25 അടി കുത്തനെ വെട്ടിമുറിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മേലെ ഒരു 10 അടി അപ്പുറം വീട് നിൽക്കുകയാണ്. വീടിന് വിള്ളലുണ്ടായ ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ആര് നോക്കുന്നു? നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അത് എടുക്കുന്നതിന് എന്ത് പ്രിക്കോഷൻ എടുത്തിരിക്കും? മണ്ണെടുത്ത്, കാരണം കേരളത്തിൽ എന്ന് പറയുന്ന 6 മാസം മഴ പെയ്യുന്ന സ്ഥലമാണെന്ന് ഓർക്കണം. ആ സ്ഥലത്ത് നമ്മൾ നെടും തൂണായിട്ട് വെട്ടി നിർത്തിയിരിക്കുകയാണ്. അതിന് മേലെ നമ്മൾ ഹൈവേയിൽ ഇപ്പോൾ കാസർഗോഡ് നിന്ന് തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് എത്തുന്നതിന് മുന്നേ എത്രയോ സ്ഥലങ്ങൾ അങ്ങനെ നമുക്ക് കാണാം. ചിലപ്പോൾ മണ്ണ് ഇടിഞ്ഞ് താഴെ വരുന്നത്, ഈ മേലെ ഇരിക്കുന്ന വീടുകൾ എപ്പോൾ താഴെ വരും എന്നിട്ട് അതിൽ പകുതി ആൾക്കാർ മാറി താമസിച്ചിരിക്കുകയാണ്. അവർക്കൊന്നും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. മാറി താമസിക്കുമ്പോൾ എന്താണ്, അവർ ഹൈവേക്ക് വേണ്ട സ്ഥലം എടുത്തു പോയി എന്നുള്ളതിനപ്പുറം അത് എത്ര പേര് ആ വീട്ടിൽ അവിടെ ജീവിക്കാൻ പേടിച്ചിട്ട് മാറി നിൽക്കുകയാണ്. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മൾ അവിടെ മാത്രം എന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല. ഹൈവേ എവിടെയാണോ പഠിക്കുന്നത്, കാരണം അവർക്കൊരു അലൈൻമെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഏത് ഈ പറഞ്ഞ കോൺട്രാക്റ്റിംഗ് കമ്പനിക്ക് ഒരു അലൈൻമെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ആ അലൈൻമെൻറ്റിൽ അതിൻ്റെ അവർ ബാക്കിയുള്ള
ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂസ് ഒന്നും അവർ നോക്കുന്നില്ല. അവരത് വെട്ടി നേരെ റോഡ് ഉണ്ടാക്കി പോവുക. കാരണം അവരെ അലൈൻമെൻറ്റ് അതാണ്, ഞങ്ങൾക്ക് അതിനെ പൈസ കൊടുക്കുന്നുള്ളൂ, അതിൻ്റെ അപ്പുറം എത്ര ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇതുപോലെയുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടാവും എന്ന്. ഷിരൂരിന്റെ പശ്ചാത്തലത്തിൽ കേരളം അത് പരിശോധിക്കുന്നതാണ്. എം കെ രാഘവൻ എം പി കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഡോക്ടർ അരുൺ എന്തോ പറയാനുണ്ട്. ഡോക്ടർ അരുൺ പറഞ്ഞോളൂ. വളരെ പെട്ടെന്ന് പറയാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മളുടെ ഈ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചു. മറ്റുള്ള കാര്യങ്ങൾക്കും അപ്പുറം നമ്മളധികം ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ്. നമ്മളതിലൊരു നായ്ക്കുട്ടിയുടെ ഒരു വാർത്ത ചെയ്തിരുന്നു. നമ്മൾ ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ആ സംഭവ സ്ഥലത്ത് നിന്ന് നമ്മളെ പോലീസ് പുറകോട്ട് പിന്തിരിപ്പിക്കുന്നതിനിടയിൽ മഴ പെയ്തു. വളരെ പെട്ടെന്ന് പോലീസുകാരും നമ്മളും എല്ലാവരും കൂടി ഒരു കടയിൽ വന്ന് നിന്നു. അതൊരു ഫിഷ് ഹബ്ബായിരുന്നു. അത് ഈ ആക്സിഡൻറ്റ് നടന്നതിന് കേവലം 50 മീറ്റർ മാറിയുള്ളൊരു സ്ഥലമാണ്. വല്ലാത്ത മഴ പെയ്തു, പെട്ടെന്ന് കാറ്റടിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നു. ഞാനും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും ഒപ്പം തന്നെ പോലീസുകാരും. ഇപ്പം ഞാൻ അതിൽ SPO എവിടെയെന്ന് ചോദിക്കുന്നൊരു പോലീസുകാരനുണ്ട്. ആ പോലീസുകാരനും ആ കടയിലാണ് നിന്നത്. ആ സമയത്തൊരു നായ്ക്കുട്ടി വന്ന് അവിടെ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ നായ്ക്കുട്ടി ഇങ്ങനെ കൈ പരിക്ക് പറ്റിയിരുന്നു. ഞാൻ ആ നായ്ക്കുട്ടിയെക്കുറിച്ച് പ്രേക്ഷകരോട് ആ സമയത്ത് ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ പോലീസുകാരനും പുറകെ നിൽക്കുന്നുണ്ട്. അപ്പം പോലീസുകാരൻ പറയുന്നുണ്ട്, സോപ്പുവ ലക്ഷ്മണൻ്റെ കടയിലെ നായ്ക്കുട്ടിയായിരിക്കുന്നു. ശരിയായിരുന്നു, അത് ലക്ഷ്മണൻ്റെ വീട്ടിലെ നായ്ക്കുട്ടിയായിരുന്നു. അവിടെ നമ്മൾ കണ്ടൊരു പശു ഉണ്ടായിരുന്നു. ആ പശു ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഇപ്പോഴും ആ ലക്ഷ്മണൻ്റെ കട തേടി. ലക്ഷ്മണൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന പശുക്കുട്ടിയായിരുന്നു അത്. അവിടെ എത്തുന്ന ആളുകൾക്കറിയാം, ഒരു കറുത്ത പൈക്കുട്ടി. നമ്മൾ നാളെ ഇതിൻ്റെ കൂടുതൽ വിഷ്വൽസ് കൊടുക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, ആ വാർത്ത കണ്ടിട്ട് ധാരാളം ആളുകൾ എന്നെ വിളിച്ചു. അതിലൊരു പെറ്റ് ഇത്തരം ജീവികളെ വളർത്തുന്ന ഒരു ഏജൻസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു പാസ് വേണം, അവർക്ക് ആ നായ്ക്കുട്ടിയെ സംരക്ഷിച്ചെടുക്കാനുള്ള ആഗ്രഹമുണ്ട് എന്ന് ഒരു ഏജൻസി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പാസ് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആ നായ്ക്കുട്ടികളെ, ആ ലക്ഷ്മണൻ്റെ നായയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഏജൻസി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന വിവരം കൂടി നമ്മളൊന്ന് പ്രേക്ഷകരിലേക്ക് അറിയിക്കുകയാണ്. അതൊന്ന്. രണ്ടാമത്തത്, എനിക്ക് നമ്മളുടെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന കോളുകളിൽ ഈ ലോറി ഡ്രൈവേഴ്സ്, കുറേ പേര് ട്രക്ക് ഡ്രൈവേഴ്സ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആളുകളുണ്ട്, ഒരു നാടുണ്ട് എന്നൊരു ബോധ്യം ഈ വാർത്തയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയെന്നാണ്. യഥാർത്ഥത്തിൽ അത് കൊടുക്കുന്നൊരു ആത്മവിശ്വാസം ചെറുതല്ല. ഇപ്പം കർണാടക മാത്രമല്ല, അവരത് കടന്നു പോകുന്ന മഹാരാഷ്ട്രയിൽ, ഗോവയിൽ, എവിടെ വെച്ച് വേണമെങ്കിലും നമ്മുടെ ഈ ട്രക്ക് ഡ്രൈവേഴ്സിന് അപകടം സംഭവിക്കാം, ലോങ് ഡ്രൈവേഴ്സിന് അപകടം സംഭവിക്കാം. അപ്പം അവരൊക്കെ നിസ്സഹായരായ മനുഷ്യരാണ്, ചെറിയ മനുഷ്യരാണ്. ഒരു പോലീസുകാരന് ഒരു VVIP അല്ല എന്ന് തോന്നുന്നയാളാണ്. പക്ഷേ ഓരോ ട്രക്ക് ഡ്രൈവറും VVIP ആണ് എന്ന് തോന്നത്തക്ക രീതിയിലേക്ക് നമുക്ക് ഈ വാർത്ത എത്തിക്കാൻ സാധിച്ചു. ഒരുപക്ഷെ അർജുൻ്റെ രക്തസാക്ഷിത്വം അതങ്ങനെയാണ് ആയി മാറുകയാണെങ്കിൽ അത് ഒരു വലിയ സിസ്റ്റത്തിൻ്റെ കണ്ണ് തുറക്കുന്നതിന് സഹായകരമാകും. ഓരോ ട്രക്ക് ഡ്രൈവറും VVIP ആണ്. എന്തിനേറെ ഒരു നായ്ക്കുട്ടി പോലും ആ അർത്ഥത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്പീഷ്യസ് ആണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കലാണ് ഈ വാർത്തയുടെ ഒരു ഉദ്ദേശമായി ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മളെടുത്ത എഫേർട്ട് ലക്ഷ്യം കണ്ടു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അർജുനെ തിരികെ ജീവനോടെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പ്രകൃതി ഒരുക്കുന്ന തിരക്കഥയ്ക്ക് നമ്മൾ എത്ര എഴുതിയാലും അതിൻ്റെ അവസാന രംഗമാവില്ലല്ലോ എന്ന് മാത്രമേ എനിക്കതിനകത്ത് പറയാനുള്ളൂ. പക്ഷേ കണ്ട കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഡോക്ടർ അരുൺ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, സംയുക്തമായി തന്നെ തിരച്ചിൽ നടക്കുന്നു, ആ ഘട്ടത്തിലേക്ക് എത്തി. പക്ഷേ സൈന്യം വന്ന ദിവസങ്ങളുണ്ടല്ലോ, ആദ്യ ദിവസം വെറും കൈയോടെ വന്നു, പിന്നത്തെ ദിവസവും കാര്യമായ പരിശോധന നടന്നില്ല. അതേക്കുറിച്ച് എപ്പോഴെങ്കിലും ഈ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അരുണിനോട് അവരെന്തെങ്കിലും പറഞ്ഞോ? അന്നത്തെ അതൊരു വീഴ്ചയായിട്ട് അവരത് അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞു. ആദ്യ ദിവസം തന്നെ ഞാൻ പോയി ഇത് കണ്ടറിഞ്ഞ് സതീഷ് കൃഷ്ണസേനോട് പറയുമ്പോൾ അദ്ദേഹം നമ്മളോട് ലൈവിൽ പറയുന്നത് യെസ്, ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് MLA പറയുന്നുണ്ട്. ഞാനിത് SP യോട് സംസാരിക്കുമ്പോൾ SP ഇന്ന് വളരെ കൃത്യമായി SP അത് പറഞ്ഞു. എന്നോട് അന്ന് പറഞ്ഞ കാര്യം SP ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞു. DC അവിടെ ജോയിൻ ചെയ്തിട്ട് 7 ദിവസമേ ആവുന്നുള്ളൂ. എനിക്ക് ഉത്തര കന്നഡയിൽ ഇത്തരത്തിലുള്ള വലിയ ലോൺഫോൾസ് ഹാൻഡിൽ ചെയ്ത് പരിചയമില്ല. ഇന്ന് അദ്ദേഹം അത് വളരെ സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞു. ഐ റിയലി അപ്രീഷിയേറ്റ് SP നാരായണ ഓൺ ദാറ്റ്. കാരണം ഉത്തര കന്നഡയിൽ വലിയ ലാൻഡ് സ്ലൈഡുകൾ പലപ്പോഴും ഉണ്ടെങ്കിൽ ഇത് റിവറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ ടെറയിൽ ആദ്യത്തെ ഒരു സംഭവമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എന്നുള്ളത് അവർ സമ്മതിച്ച കാര്യമാണ്. ശരി, അത് ഒരു കുറവല്ല. പക്ഷേ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്മൃതി, ഇവർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നാട്ടിലൊക്കെ ചിലപ്പോൾ ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കും, 5 ലക്ഷം രൂപ. ആ ധനസഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ അവർ ആ ധനസഹായം വാങ്ങും, 2-3 ദിവസം അവർ കാത്തിരിക്കും. അതിനുശേഷം അവർ റിച്വൽസൊക്കെ നടത്തി അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങും. അടുത്ത് പോയി കുറച്ച് സ്ഥലം, 50 സെൻറ്റോ 60 സെൻറ്റോ സ്ഥലം വാങ്ങും, കൃഷി ചെയ്ത് അവർ ജീവിക്കും
എന്നതിനും അപ്പുറം മാധ്യമങ്ങളുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. ഏറ്റവും വേദനിപ്പിച്ചൊരു കാര്യമുണ്ട് സ്മൃതി, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ സിദ്ധരാമയ്യയുടെ പ്രസ് ബ്രീഫിങ്ങിന് പോകാൻ വേണ്ടി നമ്മൾ ഓടുന്ന സമയത്ത് കനത്ത മഴ പെയ്യാണ്. പെട്ടെന്ന് നമ്മുടെ ബസ് തടഞ്ഞു നിർത്തി. പ്രസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് PRD വിഭാഗം കൊണ്ടുവന്ന ബസ് തടഞ്ഞു നിർത്തിയത് അവിടെയുള്ള ഇവിടെ മരിച്ചുപോയ 2 പേരുടെ മക്കളും അവരുടെ ഒരു കുറച്ച് ആൾക്കാരുമാണ്. ഒരു 10-15 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. അവർ വലിയ ബഹളം ഉണ്ടാക്കി, ഞങ്ങൾക്ക് മറുപടി വേണം, കാര്യം നമ്മൾ പ്രസ് അതിനുള്ളിലുണ്ട് എന്നുള്ളത്. പക്ഷേ ആ പ്രസ്സിൽ ഒരൊറ്റ കന്നഡ പ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ കന്നഡ പ്രസ്സിൽ ഞാനവരെ കുറ്റം പറയുകയില്ല, അവരാരും പുറത്തിറങ്ങിയില്ല. നമ്മൾക്ക് പക്ഷേ പുറത്തിറങ്ങി എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി പ്രഷർ കണ്ടിട്ടുണ്ടാവും. ആ കുട്ടികൾ നമ്മളോടാണ് കന്നഡ ഭാഷയിൽ പറയുന്നത്, ഞങ്ങളുടെ അച്ഛൻ മരിച്ചുപോയി, അവരെ കണ്ടുപിടിക്കണം, കാര്യങ്ങൾ അറിയണം എന്ന് പറയുന്നത്. ഇതവിടെ വലിയൊരു സംഭവമായിട്ട് ആരും കാണുന്നില്ല എന്നുള്ളതാണ്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോവുക, മണ്ണിടിച്ചിലിൽ മരണം സംഭവിക്കുക, പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോവുക, ശരിയാണ്. മണ്ണിടിച്ചിൽ മരണം സംഭവിച്ചാൽ നമുക്കും ഇവിടെ ഒരു വരി വാർത്തമായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള സിസ്റ്റം ലാപ്സസ് അവിടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു അപകടം നടന്ന പഞ്ചായത്ത് അറിയില്ലേ, പഞ്ചായത്ത് പ്രസിഡന്റ് അറിയില്ലേ, ലോക്കൽ മെമ്പർമാരുണ്ടാവില്ലേ, DYFയുടെ യൂത്ത് കോൺഗ്രസിൻ്റെയും യുവമോർച്ചക്കാരുടെയൊക്കെ പ്രവർത്തകരും ക്ലബ്ബുകാരും അവിടെ ആ സ്ഥലത്തേക്ക് ഓടിയെത്തൂലേ. 6 കിലോമീറ്റർ താഴെ അപകടം നടന്ന 1 മണിക്കൂറിനുള്ളിൽ ഈ തടികൾ പിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ഇതേപോലൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ട്, ഇടുക്കിയിലൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, തൊടുപുഴയിൽ തടി പിടിച്ചാൽ ആ വാർത്ത ഇമ്മീഡിയറ്റ്ലി നമ്മുടെ 2-3 മണിക്കൂറിനുള്ളിൽ നമ്മുടെ സ്റ്റിങ്ങേഴ്സ് നമ്മളിലെത്തിക്കും. പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പറും പോലീസ് സ്റ്റേഷനിലെത്തിക്കും. പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത കോൺടാക്റ്റുമായിട്ട് ബന്ധപ്പെടും. അപ്പോൾ ആ ലോറിയുടേതാണോ ഇതെന്നുള്ളത് ആ ദിവസം വൈകുന്നേരത്തിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് ധാരണയിലെത്തും. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? 10 മണിക്ക് തടി പിടിച്ചു. അപകടം നടന്ന 16-ാം തീയതി 10 മണിക്ക് തടി പിടിച്ചിട്ട് ആ തടി പിടിച്ച വിവരം റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത് 10-ാം നാളിൽ പുറത്തുവിടുമ്പോൾ മാത്രമാണ് അവിടുത്തെ അധികാരികൾ അത് അറിയുന്നത്. ഇത്തരത്തിലുള്ള സിസ്റ്റം ലാപ്സസ് അവിടെ ഉണ്ട് എന്നുള്ളത് അവർ തന്നെ ഓൾറെഡി നമ്മളോട് സമ്മതിച്ച കാര്യമാണ്, ഓഫ് റെക്കോർഡ് സമ്മതിച്ചു. ഇന്നത്തെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, അതൊരു ഇൻഎക്സ്പീരിയൻസ് ആണ്, ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമാണ്, ഇത് ഞങ്ങൾക്കും ഒരു പാഠമാണ് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ സിസ്റ്റം ഒരു പുതിയ സംവിധാനത്തിലേക്ക് വരണം. ഒരു കാര്യം കൂടിയുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ സന്നദ്ധ പ്രവർത്തകർ, ട്രെയിൻഡ് ആയിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട്. ആ ട്രെയിൻഡ് ആയിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ ഇമ്മീഡിയറ്റ്ലി ഇത്തരം ആക്ഷൻസിലേക്ക് ഇറങ്ങും. ഇപ്പോൾ മുക്കത്തുനിന്ന് ബോട്ടുമായിട്ട് ആളുകൾ വരുന്നതിൻ്റെ കാരണം അവർക്ക് അവിടെ പരിചയമുണ്ട്. നമ്മുടെ സേനയെന്ന് വിളിക്കുന്ന തൊഴിലാളികൾ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികളാണ്, നാവിക സൈന്യയോടൊപ്പം കിടപിടിക്കാൻ ശേഷിയുള്ള ധൈര്യമുള്ള മനുഷ്യരാണ്. അപ്പോൾ അവരൊക്കെ എഫേർട്ട് എടുത്ത് വരാനുള്ള ട്രെയിൻഡായ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെള്ളം കയറി നോക്കൂ, അവിടെ രക്ഷാപ്രവർത്തനം എത്തുന്ന ആളുകൾ ട്രെയിൻഡായവരുണ്ടാവും, മിക്കവാറുമുള്ള ആൾക്കാർ, പഞ്ചായത്തിലെ ആൾക്കാരുണ്ടാവും. അങ്ങനൊരു സംവിധാനം നിർഭാഗ്യവശാൽ കേരളം വിട്ടാലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരർത്ഥത്തിൽ സ്മൃതി, നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്, ആ അർത്ഥത്തിൽ ഭാഗ്യം ചെയ്തവരാണ്. പല കാര്യങ്ങൾക്ക് നമുക്ക് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പരസ്പരം കുറ്റം പറയും, പരസ്പരം മറ്റു പല കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമെങ്കിൽ പോലും വി ആർ റിയലി ബ്ലെസ്ഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്മൃതി. തീർച്ചയായിട്ടും ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ മലയാളികൾ അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടരാണ് എന്ന രീതിയിൽ മുമ്പ് കണ്ടിട്ടില്ല. എപ്പോഴും ഈ പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ ഓഫ് കോഴ്സ് അങ്ങനെ നിന്നിട്ടുണ്ട്. പക്ഷേ പൊതുവെ മലയാളികൾ അങ്ങനെ ഒരുമിച്ച് നിന്ന് ഒരു കാര്യത്തെ നേരിടുന്നവരാണ് എന്ന് പറയാറില്ല. പൊതുവെ തമിഴന്മാരെ പറ്റി പറയും, അല്ലെ, അവരുടെ ഒരു രീതി അങ്ങനെയാണല്ലോ. ഇപ്പോൾ കർണാടകയിലായാലും അങ്ങനെ തന്നെ. പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കേരളം ഒന്നാകെ ഒന്നിച്ചു നിൽക്കുകയും ആ രൂപത്തിൽ അല്ലേ പ്രതികരണം വരികയും ചെയ്തിട്ടുണ്ട്. നിശ്ചയമായും. മാത്രമല്ല അത് പിന്നെ എന്താ പറയുക, അതൊരു ഒരു ഇഫക്റ്റും ഉണ്ടാക്കിയല്ലോ. കാരണം വെച്ചാൽ ഇതൊരു കേവലം മലയാളി വികാരം മാത്രമല്ല, ഒരു ജീവൻ്റെ പ്രാധാന്യത്തെ നമ്മുടെ തൊട്ടയൽപക്കക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കൂടി നമുക്ക് കഴിഞ്ഞെന്നേ. ആ ഒറ്റക്കെട്ടായി മലയാളികൾ നിന്നു എന്നുള്ളത്, അത് ജോയിയുടെ കാര്യത്തിൽ നിന്നു. കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മലയാളികളുടെ ഒരു സ്വഭാവം എന്താ? പ്രളയത്തിൽ നമ്മൾ കണ്ടതെന്താ? പ്രളയത്തിൽ എല്ലാ മനുഷ്യരും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് എത്തി അവിടെയുള്ള ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എല്ലാവരും ചേർന്ന് നടത്തിയത്. നമുക്കങ്ങനെയാണ് ആ വലിയ ദുരന്തത്തെ അതിജീവിക്കാൻ കഴിഞ്ഞ വലിയ അപകടങ്ങളില്ലാതെ. അപ്പോൾ ആ ഒരു കൂട്ടായ്മ മലയാളിക്ക് പൊതുവേ ഉണ്ട്. അതൊരിക്കൽ കൂടി പ്രകടമാക്കിയ ഒരു സന്ദർഭമാണ്. പക്ഷേ ഞാൻ പറയുന്നത് അത് മറ്റുള്ളവർക്കും മനസ്സിലായി എന്നുള്ളതാണ്. സാധാരണ ഇതിൽ നമുക്കുള്ളിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്തൊരു ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂട്ടായി നിന്ന് പ്രവർത്തിച്ച് അവിടെ അതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പുറത്തൊരു സംഭവം ഉണ്ടായപ്പോൾ അവിടേക്ക് ആളുകൾ എത്തുകയും മാധ്യമങ്ങളാണെങ്കിലും ഇപ്പം എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഓടിയെത്തിയെന്നോ അല്ലെങ്കിൽ വലിയ സന്നദ്ധ സംഘടനകൾ അങ്ങോട്ട് ഓടിയെത്തിയെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ മാധ്യമങ്ങളുടെ ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ
അവിടെ വന്നുകൊണ്ട് തന്നെ എൻറ്റയർ മലയാളികൾ അവിടെ റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടല്ലോ. ആ വികാരമാണ് അവിടെ കണ്ടെത്തുന്നതാണ്. ആ വികാരത്തോടാണ് പിന്നീട് ഇപ്പം അരുൺ വിശദീകരിച്ചതുപോലെ ആദ്യഘട്ടങ്ങളിൽ ഒരു എന്താ പറയുക ഒരു തണുപ്പൻ മനോഭാവം ഉണ്ടായിരുന്ന ഒരു മിഷണറി ഉണർന്ന് പ്രവർത്തിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ വികാരമാണ് മാധ്യമങ്ങൾ അവിടെ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഒരു സംസ്ഥാനം ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഇതിനു വേണ്ടി എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു എന്താ പറയുക മിഷണറി ചലിച്ചു തുടങ്ങിയത്. കർണാടക മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ആ വിഷ്വൽസ് തരുമോ. അതെ, ഈ അവരുടെ നാട്ടിൽ നടക്കുന്ന സംവിധാനങ്ങളെ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ആ വിഷ്വൽസ് നമുക്ക് തരണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരള മാധ്യമങ്ങൾ മാറി എന്നുള്ളത് ഒരു അഭിമാനകരമായ നിമിഷം തന്നെയാണ്. ഒരു കാര്യം കൂടെ സ്മൃതി, നമ്മുടെ അർജുൻ്റെ കുടുംബത്തിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് മാത്രമാണ് റിപ്പോർട്ടർ ടി വി, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താണ്, ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ജനങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതിന് ഇനി അങ്ങനെ ഒരു സംഭവം ഈ നാട്ടിൽ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. ഇനി ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല. ഇതുപോലെയുള്ള സംഭവങ്ങളിൽ എങ്ങനെ ഉയർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. വേറൊരു നാട്ടിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത്. വേറൊരു നാട്ടിൽ അവിടെ ആർക്കും മലയാളം, അവിടുത്തെ ഏതെങ്കിലും കന്നഡിയർക്കാർക്ക് മലയാളം അറിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു മലയാളം. കാരണം 80% വരുന്ന അല്ലെങ്കിൽ 90% വരുന്ന മാധ്യമങ്ങൾ മലയാളം മാധ്യമങ്ങളായിരുന്നു. അവിടെ ഒരു വാർത്തകൾ കൊടുക്കുമ്പോൾ വേറൊരു നാട്ടിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് മലയാളികളുടെ ശക്തി തന്നെയാണ്. അതിനെ ഒരിക്കലും നമ്മൾ ഇവിടുന്ന് പിന്നെ കോഴിക്കോട് നിന്നും മുക്കത്തു നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും അവിടേക്ക് എത്തിയ സന്നദ്ധ പ്രവർത്തകരെ ഞാൻ അതിനകത്ത് ഒരാളെപ്പോലും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരാളെപ്പോലും. ഇപ്പോൾ ഈ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ തുടങ്ങി ഞാൻ പറയുന്നത് ഒരാളെപ്പോലും അതിനകത്ത് കുറ്റം. കാരണം എല്ലാവരും ഈ പറഞ്ഞ സംവിധാനത്തിൽ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആഗ്രഹിച്ചു ഓടിക്കൂടിയവരാണ് ആ കാണുന്ന സ്ഥലങ്ങളിൽ എത്തിയവർ മുഴുവൻ. ആരും ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറം പോയവരല്ല, 500 കിലോമീറ്റർ അപ്പുറേക്കാണ് പോകുന്നത്. വാഹനം ഓടിച്ചു വന്നവരുണ്ട്, എത്തിയവരുണ്ട്. അവരെ കൊണ്ട് ചെയ്യാൻ എന്ത് കഴിയും എന്നുള്ളതാണ്. അതിനകത്ത് കുറ്റപ്പെടുത്തുന്നതിൽ ഒരു അർത്ഥമില്ല. തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പം എന്താണ്, നേവി പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റിയോ? റഡാർ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റിയോ? ആർമി പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റിയോ? ഈ പറഞ്ഞ ഡ്രോണുകൾ മുഴുവൻ പറഞ്ഞ സ്ഥലങ്ങൾക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റിയോ? അത് അവസാനം തുടങ്ങി ആദ്യം വരെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചതാണ്. അതിൻ്റെ അകത്ത് പിഴവുകൾ പറ്റിയിട്ടുണ്ടാവാം. എല്ലാവരും 100% പറ്റിയവരൊന്നുമല്ലല്ലോ. അതാണ് ഞാൻ മിനിങ്ങാന്ന് മീറ്റ് എഡിറ്റേഴ്സിൽ പറഞ്ഞ പോലെ നമ്മുടെ ചന്ദ്രനിലേക്ക് ആളെ അയക്കുന്ന കാലത്ത് നമുക്ക് 10 അടി താഴെയുള്ള ഒരു ട്രക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മനുഷ്യൻ നിസ്സഹായനായി എന്നുള്ളത് ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളൂ. ഈ വലിയ ആഴമുള്ള നദിയാണ്. ആ നദി പോകുന്നത് അഴിമുഖത്തിലേക്കാണ്. ഇപ്പോൾ ഇനിയിപ്പം അതിൻ്റെ തെരച്ചിലിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്, നമുക്ക് കണ്ടെത്താൻ കഴിയുമോ, ഇങ്ങനെയൊക്കെയുള്ള ആകാംക്ഷകൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ ആ സെർച്ച് ഓപ്പറേഷൻസ് ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഇപ്പം നാരായണ പറയുന്നത്. കണ്ടെത്താൻ കഴിയുന്ന ഒരു ആശ്രമം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ പറഞ്ഞ കണക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണല്ലോ നമ്മൾ ത്രൂ ഔട്ട് കവറേജ് തുടങ്ങിയത് അല്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിച്ചു. ഇന്നിപ്പോൾ നമ്മളിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ യാഥാർത്ഥ്യബോധമുള്ളവരാണ് നമ്മളൊക്കെ. എന്താണ് ഇനി സംഭവിക്കാനിരിക്കുന്നത്, അത്ഭുതങ്ങളല്ലേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ ആ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുക. എന്നിട്ട് നമുക്ക് ഇനി അവിടെ നിന്ന് നേരത്തെ ശ്രീ ആൻഡോ പറഞ്ഞതുപോലെ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ മറ്റു വാർത്തകളിലേക്കും ഇനി നമുക്ക് സഞ്ചരിച്ചു തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഷിരൂർ വിഷയത്തിൽ ഇതാണ് നമ്മുടെ എഡിറ്റർ ബോർഡിന് പറയാനുള്ള അഭിപ്രായം. നമുക്കിങ്ങനെ പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കാം. അപ്പോൾ ഇത് എഡിറ്റേഴ്സ് അവസാനിക്കുകയാണ്. Meet the editors.